ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി എത്ര? ഉത്തരം 30 ഡിഗ്രി. 30 ഡിഗ്രിയാണ് ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി. ഗൾഫ് ഓഫ് മാന്നാർ ഏതെല്ലാം രാജ്യങ്ങളെ വേർതിരിക്കുന്നു? ഉത്തരം ഇന്ത്യ, ശ്രീലങ്ക. ഇന്ത്യയെയും ശ്രീലങ്കയെയുമാണ് ഗൾഫ് ഓഫ് മാന്നാർ വേർതിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്ത്? ഉത്തരം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം വിജയവാഡയിൽ. വിജയവാഡയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അലി സഹോദരന്മാർ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഖിലാഫത്ത് സമരം. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ടവരാണ് അലി സഹോദരന്മാർ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനം? ഉത്തരം ബംഗാൾ. ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്. UPSC ചെയർമാൻ, അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നതാര്? ഉത്തരം രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് UPSC ചെയർമാൻ, അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത്. ഒരു ബിൽ മണി ബിൽ ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം ലോക്സഭാ സ്പീക്കർക്ക്. ലോക്സഭാ സ്പീക്കർക്കാണ് ഒരു ബിൽ മണി ബിൽ ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം. 2023 സംഭവിച്ച താനൂർ ബോട്ടപകടം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ്? ഉത്തരം ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷൻ. ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷനാണ് 2023 സംഭവിച്ച താനൂർ ബോട്ടപകടം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ. കാപ്പെക്സ് ഏത് വ്യവസായ മേഖലയിലെ സഹകരണ സ്ഥാപനമാണ്? ഉത്തരം കൈത്തറി. കൈത്തറി മേഖലയിലെ സഹകരണ സ്ഥാപനമാണ് കാപ്പെക്സ്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലം സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 1941. 1941 കൊച്ചി രാജ്യപ്രജാ മണ്ഡലം സ്ഥാപിതമായത്. പ്രഥമ വയലാർ അവാർഡ് നേടിയ സാഹിത്യകൃതി ഏത്? ഉത്തരം അഗ്നിസാക്ഷി. ഇത് എഴുതിയത് ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനം എഴുതിയ അഗ്നിസാക്ഷിയാണ് പ്രഥമ വയലാർ അവാർഡ് നേടിയ സാഹിത്യകൃതി. രാമായണം ഇതിവൃത്തമാക്കിയ മെഴുകു മ്യൂസിയം നിലവിൽ വന്നത് എവിടെ? ഉത്തരം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് രാമായണം ഇതിവൃത്തമാക്കിയ മെഴുകു മ്യൂസിയം നിലവിൽ വന്നത്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന ഉത്കൃഷ്ടവാതകം ഏത്? ഉത്തരം റഡോൺ. റഡോൺ ആണ് ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന ഉത്കൃഷ്ടവാതകം. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഉത്തരം കുഷ്ഠം. കുഷ്ഠമാണ് ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം. ഏത് ലോഹത്തിൻ്റെ അയിരാണ് അസുറൈറ്റ്? ഉത്തരം ചെമ്പ്. ചെമ്പിൻ്റെ അയിരാണ് അസുറൈറ്റ്. മാങ്ങയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? ഉത്തരം സാന്തോഫിൽ. സാന്തോഫിൽ ആണ് മാങ്ങയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു. രക്തത്തിലെ യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമേത്? ഉത്തരം ഗൗട്ട്. ഗൗട്ടാണ് രക്തത്തിലെ യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗം. ഫോബോസ് ഏതിൻ്റെ ഉപഗ്രഹമാണ്? ഉത്തരം ചൊവ്വ. ചൊവ്വയുടെ ഉപഗ്രഹമാണ് ഫോബോസ്. മംഗള ഏത് കാർഷിക വിളയുടെ ഇനമാണ്? ഉത്തരം കവുങ്ങ്. കവുങ്ങ് എന്ന കാർഷിക വിളയുടെ ഇനമാണ് മംഗള.